വിഷുവിനെ വരവേൽക്കുവാനായി കണിവെള്ളരി വിളവെടുപ്പ്. മണ്ണൂർ തിരുനെല്ലം പാടശേഖരത്ത് 5 ഏക്കറിലാണ് 3 യുവാക്കൾ കൃഷി ചെയ്ത് 100 മേനി വിളവെടുത്തത്. വിഷുക്കണിയിൽ പ്രധാനിയാണ് കണിവെള്ളരി. അതിനാൽ തന്നെ വിഷു സമയത്ത് വിപണിയിൽ ഏറ്റവും കൂടുതൽ വിലയും ഇവയ്ക്ക് ലഭിക്കും. മണ്ണൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപം തിരുനെല്ലം പാടശേഖരത്ത് 5 ഏക്കറിലാണ് കണിവെള്ളരി കൃഷി ചെയ്തത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം മഴുവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് നിർവഹിച്ചു. ഒരു വളരെ മനോഹരമായ ഒരു കണിവെള്ളരിയുടെ തന്നെ വിളവെടുപ്പെന്ന് പറയാം. വിളവെടുപ്പ് ഇനി വരാൻ പറഞ്ഞപ്പോൾ ഇത്രയും മനോഹരമായ ഒരു പ്രദേശം അല്ലെങ്കിൽ ഇതിങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഇങ്ങനെ വിളവെടുപ്പിന് വരുന്നത്. എന്തായാലും മനോഹരമായ നല്ല അധ്വാനത്തിൻ്റെ മികവ് തെളിയുന്ന പാടം കുക്കുംബർ കൊണ്ടുവന്ന് പഞ്ചായത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഈ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. വൈസ് പ്രസിഡന്റ് ജോയി, ടെക്സ്റ്റൈൽ അസോസിയേഷൻ പ്രസിഡന്റ് KP അലിയാർ, സൈനുദ്ദീൻ പോഞ്ഞാശ്ശേരി എന്നിവരും സന്നിഹിതരായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എല്ലാവർക്കും വിഷു ആശംസകൾ നേരുകയാണ്. എൻ്റെ വാർഡിൽ തന്നെ ഇതുപോലൊരു കൂട്ടായ്മയുടെ അധ്വാനത്തിൻ്റെ ഒരു നല്ല മനസ്സ് കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും പണ്ട് കൃഷിക്കാരായിരുന്നുവെങ്കിലും ഇപ്പോൾ ചെറുപ്പക്കാരൊന്നും ആ കൃഷിയിലേക്ക് വരുന്നില്ല. നമ്മൾ ഈ വിഷം തിണ്ടിയ പച്ചക്കറികളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊക്കെ കഴിച്ച രോഗങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുകയാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം മുക്തം നേടുന്നതിന് വേണ്ടി നല്ല ജൈവ പച്ചക്കറികൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. അതിന് നല്ലൊരു പ്രോത്സാഹനം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ മണ്ണൂർ അനിൽ ചെയ്ത കൃഷിയാണിത്. കണിവെള്ളരി അത് ധാരാളമുണ്ട്. 10,000 കിലോ ആണ് അനിൽ കൃഷി ചെയ്തത്. അനിലൊരു കർഷകനല്ല, ശരിക്കും ഒരു ടെക്സ്റ്റൈൽ വ്യാപാരിയാണ്. ഇതൊന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വരികയും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഇതുപോലെ എല്ലാവരും സൈഡിൽ കൂടെ ഒരു കൃഷി എല്ലാവരും കൊണ്ടു നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കേരളത്തെ സംബന്ധിച്ച് വളരെ മനോഹരമായി. ഇതിൻ്റെ കളറ് എന്താ സ്വർണ്ണ കളറാണ്, നല്ല പ്യുവർ കളറ്. ഏതായാലും വിഷുവൊക്കെ അല്ലേ, വിഷുവിന് കണി കാണാനും അതിനൊക്കെ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് അനിൽ ചെയ്തത്. അനിലും അനിലിൻ്റെ കൂട്ടുകാർ 2 പേര്, ഇവരുടെ അധ്വാനമാണിത്. മേടപ്പുലരിയെ വരവേൽക്കാൻ മഴുവന്നൂർ പഞ്ചായത്തിൻ്റെ 4-ാം വാർഡിൽ ഈ പാടത്ത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന വിഷരഹിത പച്ചക്കറികളാണ് ഇത്. ഇപ്പം നമ്മൾ വിഷുവിനോടനുബന്ധിച്ച് വിഷുവിന് കണി കാണാൻ നമ്മുടെ സ്വന്തം നാടിൻ്റെ വെള്ളരി ഇവർ വിളവെടുത്തിരിക്കുന്നു. 3 യുവ കർഷകർ ഇതിനകത്ത് പങ്കെടുത്ത് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം നമ്മളെല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. 2ാം തവണയാണ് ഇവിടെ പച്ചക്കറി കൃഷി ചെയ്ത് വിജയം കൊയ്യുന്നത്. വിഷുച്ചന്ത ലക്ഷ്യമിട്ടാണ് വിളവെടുത്തതെന്ന് അനിൽ കണ്ണോത്ത്, ഉണ്ണികൃഷ്ണൻ നായർ, ജയരാജ് തോട്ടുംപുറം എന്നിവർ അറിയിച്ചു. തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള തിരുനെല്ലം പാടശേഖരത്തിലാണ് ഇത് കണിവെള്ളരി ഇന്ന് വിളവെടുപ്പ് നടക്കുന്നത്. ഞങ്ങൾ മറ്റുള്ള വിളവെടുപ്പുകൾ ഇടയ്ക്ക് നടത്തിയിരുന്നു. കുക്കുംബർ അതുപോലെ തന്നെ ചീരയൊക്കെ വിളവെടുപ്പ് നടത്തി. ഇന്ന് ഏറ്റവും കൂടുതൽ മഴുവന്നൂർ പഞ്ചായത്തിൽ കണിവെള്ളരി ഉൽപ്പാദിപ്പിക്കുന്നത് ഞങ്ങളാണെന്നാണ് ഞങ്ങളുടെ ധാരണ. അത് കൃഷി ഓഫീസറും പറഞ്ഞു അത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ കണിവെള്ളരി ആർക്കെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ നമ്മുടെ കൃഷി സ്ഥലത്ത് വന്നാൽ തരാവുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പർ തരാം. ആ നമ്പറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് നിങ്ങൾക്ക് വേണ്ട സാധനം മത്തനും കുക്കുംബറും ഇതും. ഇനി അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിളവെടുക്കാനുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ളത് കുമ്പളമാണ്. കുമ്പളം ഒരു 10-15 കിലോന് മുകളിൽ കുമ്പളമുണ്ട്. കുമ്പളം ആവശ്യമുള്ളവർ വരാം. വെള്ളരി മാത്രമല്ല, കണിമത്തൻ, കുമ്പളങ്ങ, ചീര, പയർ, കുക്കുംബർ എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ട്. ബിസിനസിന്റെ തിരക്കുകളിലും കൃഷിയിലേക്ക് ഇറങ്ങി 100 മേനി കൊയ്ത് മാതൃകയായിരിക്കുകയാണ് ഈ യുവാക്കൾ. ന്യൂസ് ബ്യൂറോ, മണ്ണൂർ.